നമ്മള് ഇപ്പോൾ അഖിലയുണ്ട്. അഖിലയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി ഒന്ന് പോവാം. അഖില മാനാഞ്ചിറ സ്ക്വയറിലാണുള്ളത്. അവിടുത്തെ ദീപാലങ്കാരങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? പറയൂ. സന്ധ്യ, നേരത്തെ ദിവീഷ് എന്നോട് ഒരു പാട്ട് പാടാൻ ഒരു കുട്ടീനെയൊക്കെ സെറ്റാക്കി വെക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ കുട്ടി സെറ്റായില്ല. നമ്മൾ യൂത്തിൻ്റെ പൾസ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് യൂത്തന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരുപാട് വില കൊടുത്തുണ്ടാക്കിയ ലൈവാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID തന്നാൽ മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറച്ച് ആളുകളാണ്. എന്നാലും നമുക്ക് 2025 നമുക്ക് യൂത്തന്മാരുടെ പൾസ് അറിയാം. ഹലോ, എങ്ങനെ അതായത് കോഴിക്കോട്, നിങ്ങൾ പാലക്കാട് നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി കോഴിക്കോട് മാനാഞ്ചിറ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? കോഴിക്കോട് ഞങ്ങൾ റീൽസിലൊക്കെ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടമായിട്ട് പോകുന്നതാണ്. പിന്നെ കൊച്ചി പോവാൻ സത്യം പറഞ്ഞാല് കൊച്ചിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വന്നാണ്. പക്ഷേ ഓടി വന്ന് കയറിയ ട്രെയിൻ മാറിപ്പോയി. പിന്നെ പട്ടാമ്പി ഇത്തിരി ബോർഡ് നോക്കുമ്പോഴാണ് പട്ടാമ്പി, പിന്നെ മനസ്സിലായത് കോഴിക്കോട്ടേക്കുള്ളതാണ്. അല്ല, പിന്നെ കോഴിക്കോടും ഈ ഒരു നല്ലൊരു അറിഞ്ഞിരുന്നു. അല്ലാതെ ട്രെയിൻ മാറിപ്പോയതുകൊണ്ട്, ട്രെയിന് മാറിപ്പോയതുകൊണ്ടാണ് സത്യം പറഞ്ഞത്. നല്ല ലക്ഷ്യബോധമുള്ള ആൾക്കാരാണ്. എന്താണ് നിങ്ങളുടെ 2024 നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? 2024 വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. എനിക്ക് 2 കുട്ടി സെറ്റായി 2024. അതായത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്നുണ്ടാക്കിയ സൗഹൃദങ്ങളാണ്. ഇവർ രണ്ടുപേരും വേറെ വേറെ ഗ്യാങ് ആയിരുന്നു. വെറും 10 മിനിറ്റ് മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ സൗഹൃദം എന്ന് പറയുന്നത്, സൗഹൃദത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് വെറും 10 മിനിറ്റ് ആണ്. പക്ഷെ ഇവർ ജനിച്ചപ്പോൾ മുതലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് പരസ്പരം അറിയാം. അപ്പോൾ എങ്ങനെയാണ് ആഘോഷങ്ങൾ? അടിപൊളിയാണ്, കുഴപ്പമില്ല. എന്താ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താ? 2024 എങ്ങനെയുണ്ടായിരുന്നു? 2024 കുഴപ്പമില്ല. 2025 എങ്ങനെ വരവേൽക്കും? എല്ലാ ന്യൂ ഇയറും സെയിം തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊരു കഴിഞ്ഞ കൊല്ലവും നല്ല കുട്ടികളായത് കൊണ്ട് ഈ കൊല്ലവും നന്നാവാൻ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. അതെ, എന്താണ് പ്ലാൻ? എന്താണ് 2024 എല്ലാം ഇതേപോലെയൊക്കെ തന്നെ. 25 എങ്ങനെയൊക്കെ? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. ഒരു പെണ്ണെട്ടണം. നിനക്ക് എത്ര വയസ്സായി? 21ആയി. ജനുവരി 10, 21 കേട്ടോ. നിങ്ങൾ 2K കിട്ടാണ്. അപ്പൊ ഈ 2K കിഡ്സിന്റെ പ്രത്യേകതകൾ എന്താ ഒന്ന് പറയാവോ? മൊബൈൽ ഫോൺ നല്ല യൂസ് ചെയ്യും, അതൊക്കെ തന്നെ. പിന്നെ ഇൻസ്റ്റൈഡി വാങ്ങുന്നു. നല്ല കമ്പനി നടക്കും. പഠനമൊക്കെ കുഴപ്പമില്ല, നല്ല രീതിക്ക് പോകണമെന്നില്ല. എന്നാലും കഴിഞ്ഞ 24 പഠനം നിർത്തി. അതെ, ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സമൂഹത്തിന് വല്ലാതെ ഈ തന്ത വൈബ് ബാധിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തന്ത വൈബ് കുഴപ്പമൊന്നുമില്ല, ആവശ്യമാണല്ലേ സമൂഹത്തിന് ഇത്തിരി തന്ത വൈബ്? ആവശ്യമാണ്. അതെ അതെ അതെ, മെച്ചൂരിറ്റി ഇവിടെ ഒന്ന് കൊടുക്കും. എന്താണ് പറയാനുള്ളത്? 2024 എങ്ങനെയായിരുന്നു 2024? ഇനി എന്താണ് 2025 ആയിട്ട് പരിപാടി? 2024-25 വലിയ വ്യത്യാസമായിട്ടും തോന്നുന്നില്ല. 25 അതെ, കല്യാണം ഫിക്സ് ചെയ്തിട്ടില്ല. കല്യാണമാണ് അപ്പൊ 2025 വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഇവന്റ് അല്ലേ? അതെ അതെ, എന്നെ സംബന്ധിച്ച് അതാണ് ഇപ്പോൾ. പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കണം, പിന്നെ സ്വന്തമായിട്ട്. ഇപ്പൊ ഇവിടുന്ന് ശരി. എന്തായാലും അഖില ഒന്ന് പറഞ്ഞേക്കെ കുട്ടികളോട്, ഇത് ലൈവാണ്, എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞേക്കെ. അതെ, വീട്ടുകാരൊക്കെ ഇരുന്ന് ഭാവി പരിപാടികളൊക്കെ കാണുന്നുണ്ട്. ഒരാൾക്ക് കല്യാണം കഴിക്കണം, 21 വയസ്സാവാൻ പോകുന്നതേ ഉള്ളൂ. വീട്ടുകാരത് കേട്ടിയാണ് അവര് വേണ്ട തീരുമാനമൊക്കെ എടുക്കട്ടെ മോനെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മളും പറയാണ്. അഖില അറിയിച്ചേക്ക്.